ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്നേഹമുള്ള ഈശോയെ ഒത്തിരി നന്ദി പറയുകയാണ്. അവിടുത്തെ സ്നേഹം കരുണയാലാണ് ഞങ്ങൾ നിലനിന്ന് പോകുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്താലാണ് ഞങ്ങളിന്ന് ജീവിച്ചു പോകുന്നത്. അവിടുത്തെ പിതാവിനെ ഞങ്ങൾക്ക് പിതാവായി തന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു. അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഞങ്ങൾക്ക് തന്നു. അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് തന്നു. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തിലാണ് ഈ ദാസൻ നിൽക്കുന്നത്. അങ്ങ് ആഗ്രഹിക്കുന്ന വചനം അവിടുത്തെ മക്കളോട് പ്രസംഗിക്കുവാനും ഈ കേൾക്കുന്ന വചനം അവരിൽ അഭിഷേകം നിറയ്ക്കുവാനും ഈശോയെ സഹായിക്കണമേ. ഈശോയെ, അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ, നയിക്കണമേ. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് തരുന്ന സന്ദേശം ഇതാണ്: യഥാർത്ഥ അഭിഷിക്തനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കാലാകാലങ്ങളിൽ തലമുറകളായിട്ട് അനേകം പേർ യേശുനാമത്തിൽ വരുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവിൻ്റെ കാലത്തും അനേകർ ദൈവരാജ്യം പ്രസംഗിച്ചവരുണ്ട്. കർത്താവും ശിഷ്യന്മാരും കൂടെ പോകുമ്പോൾ റോഡരികിൽ നിന്ന് ഒരാൾ ശുശ്രൂഷ ചെയ്യുന്ന കണ്ട് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യോട്ടെ, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പല ഭാഗത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാരമ്പര്യപ്രകാരം അതുപോലെ വചനപ്രകാരവും യേശുക്രിസ്തുവിന് മഹത്വം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാക്കാണ് നാം ശ്രവിക്കേണ്ടത്. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി, അഭിഷേകമുള്ളൊരു വ്യക്തി യേശുവിനെല്ലാം മഹത്വം കൊടുക്കും. യേശു കർത്താവാണ്, ദൈവമാണെന്ന് ആ വ്യക്തി എല്ലാവരുടെയും മുന്നിൽ ഏറ്റുപറയും. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തു എന്ന മൂലക്കല്ലായിരിക്കും. രണ്ടാമതായിട്ട് അയാളുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരാണ്, അടിത്തറയായിരിക്കും. ഇത് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. സെന്റ് പോൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തോടെ പറയുകയാണ്: ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വിരുദ്ധമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ വന്ന് പറഞ്ഞാലോ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. സെന്റ് പോൾ ഇത് വെറുതെ പറയുന്നതല്ല. സെന്റ് പോളിന് അറിയാമായിരുന്നു തങ്ങൾ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരിക്കൽ ഇവിടെ മരിക്കും. അത് കഴിഞ്ഞ് തങ്ങൾ സ്വർഗത്തിലേക്ക് പോവും. പോയി കഴിയുമ്പോൾ തലമുറ മുന്നോട്ട് പോകുമ്പോൾ അനേകം പേര് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വരും, അനേകം പേര് വചനം പ്രസംഗിക്കാനായിട്ട് വരും. എന്നാൽ അവർ ചിലരെന്ത് ചെയ്യും? പൗലോസ് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കും. അതുപോലെ ചിലപ്പോൾ ദൂതന്മാർ, അത് ചിലപ്പോൾ ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദുഷ്ടാരൂപികൾ ദൂതന്മാരുടെ വേഷത്തിൽ വരും. മഹിമ അണിഞ്ഞവരുടെ രൂപത്തിൽ പോലും, വിശുദ്ധന്മാരുടെ രൂപത്തിൽ പോലും വന്ന് യേശുക്രിസ്തുവിന് ഒരു മഹത്വം കൊടുക്കാതെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യേശു ദൈവമല്ല, കർത്താവല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ യേശുവിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന അന്തിക്രിസ്തുവായിട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓരോ സുവിശേഷം കേൾക്കണം. നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിന് നമ്മൾ തിരിച്ചറിയണം എന്താണ് പ്രസംഗിക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, യഥാർത്ഥ അഭിഷിക്തൻ ആരെ എന്ന് നമ്മൾ തിരിച്ചറിയണം. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചില ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ വചനത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയണമെന്ന്. ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്ന ഫലം കയ്പുള്ളതാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം, മധുരമുള്ളതാണെങ്കിൽ തിരിച്ചറിയണം, വേറെ എന്തെങ്കിലും ഔഷധ ഗുണമുള്ളതാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. ഒരു വൃക്ഷത്തിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണമുള്ള ഫലമുള്ള ഒരു കായ് നമുക്ക് കിട്ടാതെ അത് നമുക്ക് കയ്പാണ് നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന വിഷമുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും തിന്നാൻ പാടില്ല. ഏദൻ തോട്ടത്തിൽ നല്ല ഭംഗിയുള്ള പഴം കണ്ടപ്പോൾ അതിനോട് താല്പര്യം തോന്നി ആ പഴം തിന്ന ഹവ്വയുടെ അവസ്ഥ എന്തായി? ഹവ്വയുടെ വാക്ക് കേട്ട് ആ പഴം തിന്ന ആദത്തിനുണ്ടായ അവസ്ഥ എന്തായി? ദൈവത്തിൻ്റെ അടുത്തു നിന്ന് പുറത്താക്കപ്പെട്ടു, അവർ പർദീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇതുപോലെ ചില വൃക്ഷങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ചില വൃക്ഷങ്ങളാകുന്ന ശുശ്രൂഷകരിൽ നിന്ന് കിട്ടുന്ന തെറ്റായ പ്രബോധനങ്ങൾ, വചനങ്ങൾ കേട്ട് അത് ഭക്ഷിക്കുമ്പോൾ, അത് വിഴുങ്ങുമ്പോൾ പലപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്നാന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു.
അവസാനം ഹവ്വയ്ക്കും ആദത്തിനും എന്തു പറ്റിയോ അതേ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ എല്ലാ പഴവും പറിച്ച് തിന്നരുത്. ചിലപ്പോൾ ഒതളങ്ങ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒതളങ്ങ പറിച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും. അപ്പോൾ വളരെ വിവേകത്തോടെ ദൈവം തരുന്ന വിവേകം നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം തങ്ങൾക്ക് ന്യായാധിപന്മാരെ കൊണ്ട് മടുത്തു. വിജാതിരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് ശക്തന്മാരായിട്ടുള്ള മല്ലന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ന്യായാധിപൻ മാത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ ജനം പലപ്പോഴും അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. അവസാനത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് പ്രായം ചെന്ന് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരു ശക്തനോ ധീരനോ അല്ലെങ്കിൽ നല്ല മസിൽ പവറുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. മറ്റുള്ളവരെ നോക്ക്, അവർക്ക് നല്ല മസിലുള്ള നല്ല വലിപ്പമുള്ള ആയുധാഭ്യാസങ്ങളൊക്കെ അറിയാവുന്ന ശക്തന്മാരായിട്ടുള്ള രാജാവായിട്ടുണ്ട്. നമുക്ക് മാത്രമാണ് ഇതില്ലാത്തത്. നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ഈ പ്രവചനവും മാത്രമേ നടക്കുന്നുള്ള കാര്യങ്ങൾ. നിങ്ങളും ദൈവത്തിന് ഇടയ്ക്ക് നിങ്ങൾ നിൽക്കുന്നു, ദൈവത്തോട് നിങ്ങൾ പോയി സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾ വന്ന് പറയുന്നു. ഇത് ജനാധിപത്യമാണ്, ഞങ്ങൾക്കും അധികാരം വേണം, ഞങ്ങളോടും കാര്യങ്ങൾ ആലോചിക്കണം, അവർ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും യുദ്ധം ചെയ്യണം. പാവം പിടിച്ച ദൈവദാസനായ സാമുവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ തക്കവിധം വളർന്ന ഒരു ദൈവദാസനായിരുന്ന സാമുവേൽ പ്രവാചകൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ജനത്തെ എനിക്കറിയാം, അവർ ദൈവത്തെയോ ദൈവവചനത്തെയോ അനുസരിക്കുന്നവരല്ല, ദൈവദാസന്മാരെ അംഗീകരിക്കുന്നവരുമല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്ന ഒരാളെ രാജാവായിട്ട് തിരഞ്ഞെടുക്കട്ടെ, നീ അങ്ങ് അഭിഷേകം ചെയ്തു തരൂ. ഇതാണ് ജനത്തിൻ്റെ ഒരു സ്വഭാവം. വിദ്യാഭ്യാസം കൂടുമ്പോൾ, കൾച്ചർ കൂടുമ്പോൾ, കാലം മുന്നോട്ട് പോകുമ്പോൾ ദൈവവും ദൈവവചനവും ദൈവദാസന്മാർക്കൊന്നും ഒരു വിലയില്ല. അവർ വൈദികരെയോ അല്ലെങ്കിൽ ദൈവദാസന്മാരെയോ പ്രവചിക്കുന്നതിനെ ഒന്നും മാനിക്കില്ല. അവരെല്ലാം ജനാധിപത്യ രീതി ചിന്തിക്കുന്നു. ജനങ്ങൾ തന്നെ 4, 3, 7 പേര് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിലെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നു. നന്നായിട്ട് പ്രസംഗിക്കാൻ, നല്ലതായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്താണോന്നൊന്നും നോക്കാറില്ല. നമ്മുടെ പല തിരഞ്ഞെടുപ്പുകളും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ദൈവം മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിട്ടു. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ മനുഷ്യൻ തങ്ങളെ ഭരിക്കാൻ വേണ്ടി സാവൂൾ എന്ന് പറയുന്ന ഒരുവനെ പിടിച്ച് ഉന്തിത്തള്ളി രാജാവാക്കി മാറ്റി. അവനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. നല്ല ഷേപ്പ്, മറ്റേ കൈയുടെ മസിൽ, ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ 6 പാക്ക് മസിലും ഒക്കെ ആയിട്ട് നല്ല മേനിയഴക്, നല്ല നീണ്ട മുടി, ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു മേനിയഴകിനെ പറ്റി, ശാരീരികമായിട്ടുള്ള വർണ്ണനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. ഇവനെ പിടിച്ച് രാജാവാക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അവനെ അഭിഷേകം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ കടന്നു വരുന്നു. അഭിഷേകം കിട്ടിയവൻ പ്രവചിക്കാൻ തുടങ്ങുന്നു. അവൻ യുദ്ധം ചെയ്യാൻ പോകുന്നു. ദൈവമായ കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. വിജയം കിട്ടുന്നു. കുറേ നാൾ ഈ പറഞ്ഞ രാജാവ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചു. ദൈവദാസനായ സാമുവേലിനെയും അനുസരിച്ചു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവദാസനെയും തള്ളിപ്പറഞ്ഞ് അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് മന്ത്രവാദികളുടെ പുറകെ നടക്കുവാനായിട്ട് തുടങ്ങി. നോക്കുക, ദൈവം അഭിഷേകം ചെയ്ത വ്യക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയ വ്യക്തി, ദൈവത്തിൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട വ്യക്തി, അതെല്ലാം ഒരു ദിവസം തള്ളിക്കളഞ്ഞുകൊണ്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ പോകുന്നു. നോക്കിക്കേ, അഭിഷേകം നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടും അഭിഷേകത്തോടെ ഉണ്ടെന്നുള്ള കൂട്ടത്തിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യത്തോടെ അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ പരാജയമടയുന്നു. ഇത് നമ്മൾ പഠിക്കേണ്ട വലിയ കാര്യമാണ്. ഇന്ന് അനേകം ദൈവ ശുശ്രൂഷകർക്ക് പറ്റുന്ന വലിയൊരു മണ്ടത്തരമാണിത്. ദൈവം അഭിഷേകം തരുന്നു. ദൈവം വൈദികരിലൂടെ, കവിയപ്പിലൂടെ, കൂദാശയിലൂടെ അഭിഷേകം തരുന്നു. ഈ അഭിഷേകം കിട്ടി കുറച്ചുനാൾ പേരും പ്രശസ്തിയൊക്കെ ആയിക്കഴിയുമ്പോൾ, മിനിസ്ട്രിയൊക്കെ വളരാൻ തുടങ്ങി കഴിയുമ്പോൾ, ജനം കൂടാൻ തുടങ്ങി കഴിയുമ്പോൾ, കാശൊക്കെ കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടും ഇത് തിരിച്ചറിയാതെ അഭിഷേകം ഉണ്ടെന്ന് കരുതി ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നു. അഭിഷേകമില്ലാതെ കർത്താവിന് വേണ്ടി വേല ചെയ്താൽ പോലും വലിയ പ്രോബ്ലമാണ്. നമ്മൾ തിരിച്ചറിയണം. ദൈവമായ കർത്താവ് മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നു. ദാവീദ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യനെ, ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരുവനെ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പലപ്പോഴും. ദൈവം ഈ പറഞ്ഞ വലിയ വിദ്യാഭ്യാസമുള്ളവരെയൊന്നുമല്ല തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. മീൻ പിടിച്ച് നടന്നവന്മാരെയും ചുങ്കം പിടിച്ച് നടന്നവരെയും തീവ്രവാദിയായിട്ട് നടന്നവരെയും ഒക്കെ പിടിച്ചാണ് ശിഷ്യന്മാരൊക്കെ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പല കേസിൽപ്പെട്ടവർ, പല പാപത്തിൽ കിടന്ന ആൾക്കാർ,
ധ്യാനം കൂടിയോ, പ്രസംഗം കേട്ടോ, ബൈബിൾ വായിച്ചോ, കുമ്പസാരിച്ചോ, എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തിയെടുത്ത് അവരെയൊക്കെ തൻ്റെ ദാസന്മാരാക്കി ഉയർത്തി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കുന്നു. ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കി ഇത് തന്നെയാണ് കാണുന്നത് ഓരോ തലമുറയിലും. ദാവീദിന്റെ വീട്ടിൽ സാമുവേൽ പ്രവാചകൻ ചെല്ലുന്നു. അവിടെയും ഈ പറഞ്ഞ ദാവീദിന്റെ 7 സഹോദരന്മാരെ ഓരോരുത്തരെ കാണുന്നു. നല്ല മസിലുള്ളവരെ, പട്ടാളക്കാരെ എല്ലാം കാണുമ്പോൾ അഭിഷേക തൈലം എടുക്കുമ്പോൾ ദൈവം പറയും, ഞാൻ ഇവനെ അല്ല തിരഞ്ഞെടുത്തത്. ഓരോരുത്തരെ കാണുമ്പോഴും പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവമായ കർത്താവ് ഉള്ളിരുന്ന് പറയും, നോ, ഇവനെ അല്ല. അവസാനം ചോദിച്ചു, നിനക്ക് ഇനി വേറെ ഏതെങ്കിലും മക്കളുണ്ടോ? ഉണ്ട്, ഒരുത്തനുണ്ട്. അവനോട് പോയിരിക്കുക, ആടിനെ മേയ്ക്കാൻ പോയിരിക്കുക. വിളിക്കവനെ. വിളിച്ചു. അവനെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവമായ കർത്താവ് പറഞ്ഞു. ദൈവം അവനെ അഭിഷേകം ചെയ്തു പ്രവാചകനിലൂടെ. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ദാവീദ് അവനെ അഭിഷേകം ചെയ്തു എന്ന് കണ്ടപ്പോൾ ആദ്യത്തെ അഭിഷിക്തനായ സാവൂളിനുണ്ടായ വികാരം നമ്മൾ കാണണം. ആദ്യത്തെ അഭിഷിക്തൻ പുതിയ അഭിഷിക്തനെ കൊല്ലാൻ നടക്കുന്നു. ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവം തരുന്ന അഭിഷേകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാശിന്റെ പുറകെ, സ്വർണത്തിന്റെ പുറകെ, സ്ത്രീയുടെ പുറകെ, പ്രശസ്തിക്ക് പുറകെ നടന്നു കഴിയുമ്പോൾ, വേറൊരാളെ ദൈവം കൃപ കൊടുത്ത് അഭിഷേകം കൊടുത്ത് ഉയർത്തി കഴിയുമ്പോൾ അവനെ അംഗീകരിക്കാൻ മനസ്സില്ല. പിന്നെ അവനെ കൊല്ലാൻ നടക്കുകയാണ്. അവന്റെ ശുശ്രൂഷ മുടക്കലാണ്. അവനെപ്പറ്റി അപഖ്യാതി പറച്ചിലാണ്. നോക്കുക അഭിഷേകമുള്ളവരുടെ പ്രവൃത്തി. സാവൂൾ എന്ന അഭിഷിക്തനെ, ദൈവം ഉയർത്തിയ അഭിഷിക്തനെ സ്വന്തം പ്രവൃത്തി വഴി അവൻ അഭിഷേകം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദാവീദിനെ ദൈവം ഉയർത്തി കണ്ടപ്പോൾ അവനോട് അസൂയ തോന്നിട്ട് അവനെ കൊല്ലാൻ നടക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ ദാവീദ് സാവൂളിനെ എത്രമാത്രം സഹായിക്കുന്നു. ഗോലിയാത്തിനെ വധിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. ഒരു കൊച്ചു പയ്യന്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തു വിട്ടുകൊണ്ട് ദൈവശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ ഗോലിയാത്തിനെ വീഴ്ത്തുന്നു. ദൈവത്തിന് ഈ പറഞ്ഞ വലിയ വീരങ്കിയോ വലിയ സംഭവങ്ങളൊന്നും വേണ്ട, AK-47 ഒന്നും വേണ്ട. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന ഒരു കൊച്ചു പയ്യനും ഒരു കൊച്ചു കല്ലും കിട്ടിയാൽ ദൈവം ഏത് ഗോലിയാത്തിനെ വീഴിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവം കൊച്ചു പിള്ളേരെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് വലിയ ശക്തന്മാരെ മറിച്ചിടുവാനായിട്ട്. ദൈവത്തിന്റെ വഴികളും വിളികളും അങ്ങനെയൊക്കെയാണ്. ദാവീദിനെ സാവൂൾ കൊല്ലാൻ നടക്കുന്നു. ദാവീദ് സാവൂളിനെ പേടിച്ചോടി പല സ്ഥലത്തും നടക്കുന്നു. ദാവീദിന് അവസരം കിട്ടുകയാണ് തന്നെ കൊല്ലാൻ നടക്കുന്ന സാവൂളിനെ കൊല്ലാനായിട്ട്. 2 പ്രാവശ്യം അവസരം കിട്ടി. ഈ 2 പ്രാവശ്യം അവസരം കിട്ടിയിട്ടും യഥാർത്ഥ അഭിഷേകമുണ്ടായിരുന്ന ദാവീദ് സാവൂളിനെ കൊല്ലുന്നില്ല. തൻ്റെ കൂടെയുള്ളവരോടും അവൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അഭിഷിക്തനാണ് സാവൂള്, അവനെ തൊട്ടുപോകരുത്. നമ്മളിത് പഠിക്കണം. കർത്താവ് അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയെ പോലും നമ്മൾ തൊട്ടുപോകരുത്. വൈദികര്, കന്യാസ്ത്രീകൾ, പ്രേക്ഷിതന്മാർ, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്, അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കൊക്കെ കുറവുകളുണ്ടാകാം. കാരണം എല്ലാവർക്കും കുറവുണ്ട്. എല്ലാവരും പാപികളാണ്. 100-ൽ 100 മാർക്ക് ആർക്കുമില്ല, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അവരുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ടാകുമ്പോൾ, അവരെ പറ്റി അപഖ്യാതി പറയുമ്പോൾ നമ്മൾ അത് കേട്ട് വിശ്വസിക്കരുത്. ദൈവം ഉയർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരിലോ, ദൈവം ഉയർത്തുന്ന ഒരു അഭിഷിക്തന്റെ മേലോ, സമൂഹമോ മീഡിയയോ ആരെങ്കിലും കുറ്റം ആരോപിക്കുമ്പോൾ അത് കേട്ട് നമ്മൾ അപഖ്യാതി പറയരുത്, അവരെ കുറ്റം വിധിക്കരുത്. അത് ഒരു യഥാർത്ഥ അഭിഷിക്തന് ചേർന്നതല്ല. നമ്മളെല്ലാവരും അഭിഷിക്തരാണ്. കാരണം നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണ്, സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ്, കുമ്പസാരിക്കുന്നവരാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, വിവാഹം എന്ന കൂദാശ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ അഭിഷേകമുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പറ്റി പറയാൻ പാടില്ല. നമ്മുടെ അഭിഷേകം ചോർന്നു പോകും. നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിങ് ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് അച്ഛനെ കുറ്റം പറയുന്നു, സഭയെ കുറ്റം പറയുന്നു, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കിട്ടിയ അഭിഷേകം, കിട്ടിയ കൃപ നമ്മൾ ചോർത്തിക്കളയുന്നു. ഈ ചോർന്നു പോകുന്ന കൃപകളെ പറ്റി നമ്മൾ ഓർക്കണം, ധ്യാനിക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായി വളരാത്തത്. ഇതുകൊണ്ടാണ് നമ്മൾ അഭിഷേകത്തിൽ വളരാത്തത്. ദാവീദിനെ നമ്മൾ തിരിച്ചറിയണം. കിട്ടിയ അവസരം അവൻ ഉപയോഗിച്ചില്ല. പക്ഷെ സാവൂളിന് അവസാനം എന്തുണ്ടായി? അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു. അവൻ ഫിലിസ്തീനെ പേടിച്ചോടുന്നു. അവസാനം കൂട്ടത്തിലുള്ളവനോട് പറഞ്ഞു, നീ എന്നെ വെട്ടിക്കൊല്ലുക. ഇല്ല, അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അവസാനം വാള് കുത്തി നിർത്തിയിട്ട് സാവൂൾ അതിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും. ഇതെന്തുണ്ടാവുന്നു? കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ എങ്ങനെ വരുന്നു? ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വചനം ലംഘിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, പിശാചുമായിട്ട് കൈ കോർക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇത് തന്നെയല്ലേ നമുക്ക് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു അഭിഷിക്തനായ യൂദാസിന് പറ്റിയത്? മറ്റ് അപ്പോസ്തലന്മാരെ പോലെ വിളിച്ച പോലെ അവർക്ക് കിട്ടിയ പോലെ കൃപകളും അഭിഷേകം തന്നെയല്ലേ യേശുവിൻ്റെ കൂടെ നിന്ന് അവർക്കും യൂദാസിനും കിട്ടിയത്? പക്ഷെ യൂദാസ് പണത്തെ സ്നേഹിച്ചു, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ആ പണം അവനെ വീഴിച്ചു. നല്ലൊരു അപ്പോസ്തലനായിരിക്കേണ്ട വ്യക്തി അവസാനം തൂങ്ങിച്ചാകേണ്ട അവസ്ഥ വന്നു. ഇതിന്നും സംഭവിക്കുന്നുണ്ട്.
ഒത്തിരി അഭിഷിക്തരും മാമോദിസ സ്വീകരിച്ചവര് കൂദാശയിൽ ജീവിക്കുന്ന ഒത്തിരി പേര് കടബാധ്യത കാരണം അല്ലെ ചീട്ട് കളിക്കാൻ പോയി, ചൂത് കളിക്കാൻ പോയി, നോട്ട് ഇരട്ടിപ്പിക്കാൻ പോയി, ആട് മാഞ്ചിയത്തിന്റെ പുറകെ പോയി, ദൈവം ആഗ്രഹിക്കാത്ത പല രീതിയിൽ പൈസ ഇരട്ടിക്കാൻ വേണ്ടി പല തട്ടിപ്പ് പരിപാടിക്ക് പോയി അവസാനം കിടപ്പാടം പോലും പോയി കഴിയുമ്പോൾ തൂങ്ങിച്ചാകേണ്ടി വരുന്ന അവസ്ഥകൾ വരുന്നു. വീണുപോയ അനേകം ദൈവദാസന്മാരുമുണ്ട്. ബൈബിളിൽ തന്നെ കാണാം. നല്ല അഭിഷേകമുണ്ടായിരുന്ന ആള്, സ്വർഗീയ ജ്ഞാനമുണ്ടായിരുന്ന ആള്, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ആളാണ് സോളമൻ രാജാവ്, ദാവീദിന്റെ പൊന്നോമന കുട്ടൻ. അപ്പൻ നല്ല അഭിഷിക്തനായിരുന്നു. അപ്പന്റെ മാർഗം ജീവിതം കണ്ട് വളർന്നു വന്ന മകൻ, അവൻ സ്വർഗീയ ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും ജീവിച്ചവൻ. അവസാനം അവനെന്താ സംഭവിച്ചത്? ജെറുസലേം ദേവാലയം പണിതവൻ, ദൈവത്തെ സ്തുതിച്ചവൻ, ദൈവത്തെ ആരാധിച്ചവൻ, അനേകം പുസ്തകങ്ങൾ എഴുതിയവൻ. അവനെന്ത് സംഭവിച്ചു? വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിച്ച് അന്യ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി അവൻ അവർക്ക് വേണ്ടി ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തു. സത്യദൈവത്തെ മറന്നു. അവസാനം എന്ത് സംഭവിച്ചു? ദയനീയമായിട്ടുള്ള ജീവിതം. ഒരു അഭിഷിക്തന്റെ പരാജയം കണ്ടില്ലേ? പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പഴയ നിയമം മുഴുവൻ പഠിച്ചു വെച്ച് തൻ്റെ മതത്തിനു വേണ്ടി നിലകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയ സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തി പിന്നെ എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും കരുണയാണ്. ആ വ്യക്തി പിന്നെ തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നു. നോക്കിക്കേ, അഭിഷേകമുള്ളവരുടെ ജീവിതം എങ്ങനെയാണ്. ഇനി മറ്റൊരു അഭിഷിക്തനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ അഭിഷിക്തന്മാരെ എങ്ങനെയുള്ളവരാണെന്ന് ഫലത്തിൽ നമ്മൾ തിരിച്ചറിയണം. സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നവൻ. ഈ അഭിഷേകം ഉണ്ടായിരുന്നെ പറ്റി വചനം എങ്ങനെയാണ് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 55 മുതൽ താഴോട്ടുള്ള വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അഭിഷേകമുള്ളവൻ ഇതാണ്. അവൻ സ്വർഗം കാണും, സ്വർഗത്തിൽ യേശു നിൽക്കുന്നത് കാണും, ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളിൽ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കും. ഇല്ല, തിരിച്ചറിയണം, നിങ്ങളുടെ അഭിഷേകം കളയുന്ന എന്തോ സംഭവം നിങ്ങളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ജീവിതത്തിലോ ഉണ്ട്. അത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ അഭിഷേകം പകരപ്പെടും. കാരണം നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളാണ്, നിങ്ങൾ സ്ഥൈര്യലേപനം സ്വീകരിച്ച ആളാണ്. അന്ന് കിട്ടിയ പരിശുദ്ധാത്മാവ് എവിടെ പോയി? ആ പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനോ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് നമ്മൾ ജീവിക്കാനോ തയ്യാറല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടം, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യം, ഭാര്യയുടെ താല്പര്യം, ഭർത്താവിൻ്റെ താല്പര്യം, കൂട്ടുകാരുടെ, വീട്ടുകാരുടെ, അപ്പൻ്റെ അമ്മയുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നു. അവരിതേ ചന്തയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ചന്തയ്ക്ക് പോകും. അവർ വേറെ എങ്ങോട്ടേലും പോകുന്ന ആ കൂട്ടത്തിൽ പോകും. പള്ളി പോകാൻ നിൽക്കുന്നവരോടായിരിക്കും പറയുന്നത്, ബാ നമുക്ക് ഇറച്ചി പിടിക്കാൻ പോകാം. അല്ലെങ്കിൽ ധ്യാനം കൂടാൻ പോകുന്നവരായിരിക്കും, ധ്യാനം കൂടിയിട്ട് എന്ത് കാര്യം, ബാ നമുക്ക് നല്ലൊരു സിനിമ കണ്ടു കളയാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് പകരം മനുഷ്യൻ്റെ ആത്മാവിനാൽ, ദുഷ്ടാരൂപിയുടെ ആത്മാവിനാൽ ഞാനും നിങ്ങളും ചില സമയത്ത് നയിക്കപ്പെടുന്ന കൊണ്ടാണ് അഭിഷേകം ചോർന്നു പോകുന്നത്. കേൾക്കുക, അഭിഷേകമുണ്ടായിരുന്ന സ്തേഫാനോസ് സ്വർഗം കണ്ടു. യേശുവിനെ കണ്ടപ്പോൾ ജനക്കൂട്ടം എന്താ ചെയ്തത്? അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അഭിഷേകമുള്ളവർ ഇങ്ങനെ ചെയ്യുവോ? അഭിഷേകം ഇല്ലാത്ത വ്യക്തികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അഭിഷേകം ഉള്ളവൻ്റെ നേരെ ആക്രമിക്കും, അഭിഷേകമുള്ളവനെ കുറ്റം പറയും, അവനെ വിധിക്കും, അവനെ കുരിശേ കയറ്റും, അവനെ ചാട്ടവാറുകൊണ്ടടിക്കും, അവനെ ജയിലിൽ പറഞ്ഞു വിടും, അവൻ്റെ ശുശ്രൂഷകൾക്ക് തടയിടും. അഭിഷേകമുള്ള ഒരു വ്യക്തിയും ആർക്കും സുവിശേഷ വേലയ്ക്ക് തടയിടത്തില്ല. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. പലപ്പോഴും അഭിഷേകമുള്ളവർ രക്തസാക്ഷിയാക്കപ്പെടുന്നു. അഭിഷേകമുള്ളവനാണ് കൂടുതൽ പ്രശ്നം, അവനെതിരെയാണ് കൂടുതൽ പരീക്ഷകൾ വരുന്നത്, അവനാണ് കൂടുതൽ സഹനം വരുന്നത്. തിരിച്ചറിഞ്ഞോണം, അഭിഷേകമുള്ളവന്റെ നേരെയാണ് പിശാച് ഏറ്റവും കൂടുതൽ പരീക്ഷയുമായിട്ട് വരുന്നത്. നോക്കുക, യേശുവിൻ്റെ നേരെ വന്നത് ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, അല്ലെ പള്ളിയിൽ പെട്ടെന്ന് വന്നു നോക്കിക്കേ, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷ കാണാം. ധ്യാനം കൂടിയിട്ട് തിരിച്ചു വരുമ്പോഴേ കൂട്ടുകാർ വിളിക്കുമ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കാൻ പോകാം. ധ്യാനം കൂടിയതിൻ്റെ സന്തോഷം. പരീക്ഷ വന്നോ? ഈ പരീക്ഷകൾ നമുക്ക് പാസ്സാകണം. അതാണ് അഭിഷേകം ഉള്ള വ്യക്തിയുടെ വിജയം.
ജീവിതത്തിൽ എന്ത് പരീക്ഷ വന്നാലും, എന്ത് കഷ്ടപ്പാടും സഹനവും വന്നാലും, രോഗം വന്നാലും, തകർച്ച വന്നാലും, ജയിലിൽ പിടിച്ചാലും, നാട്ടുകാരിടിച്ചാലും, തുപ്പിയാലും ശരി, കൊന്നാലും ശരി, അവൻ യേശുവിന് വേണ്ടി നിലകൊള്ളും. അഭിഷേകമുള്ളവന്റെ അടയാളം ഇതാണ്. സ്തെഫാനോസിനെ നോക്കിയേ. ഇനി സ്തെഫാനോസിന്റെ വലിയൊരു പ്രവൃത്തി നമ്മൾ തിരിച്ചറിയണം. അഭിഷേകമുള്ളവന്റെ വലിയൊരു പ്രവൃത്തിയാണ്, ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളെന്ന യുവാവിന്റെ കാൽക്കലഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ഇതാ അഭിഷേകമുള്ളവൻ ചെയ്യുന്നത്. തന്നെ കല്ലെറിഞ്ഞാലും പരാതിയില്ല, കുരിശെ കയറ്റിയാലും പരാതിയില്ല. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് നീ ക്ഷമിക്കണമേ. ഇതേപോലെ തന്നെ അഭിഷേകമുണ്ടായിരുന്ന സ്തെഫാനോസും പ്രസംഗിച്ചു, ഈ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിൻ്റെ അപരാധം ഈ കല്ലെറിയുന്നവരുടെ മേൽ ആരോപിക്കരുതേ. വസ്ത്രങ്ങൾ സാവൂളിൻ്റെ കാൽക്കലാ വെച്ച ഈ സാവൂളാണ് മാനസാന്തരപ്പെട്ട് പൗലോസായി മാറുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു യഥാർത്ഥ കാരണം ഈ രക്തസാക്ഷിയായ സ്തെഫാനോസിൻ്റെ മരണത്തിനു മുമ്പുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ മരണത്തിന് ഉത്തരവാദിയായ യഹൂദ നിയമപ്രകാരം അവർ വസ്ത്രം അഴിച്ചു വെച്ച് ഒരാളെ കല്ലെറിയുന്നതിന് മുമ്പ് ആരുടെ മുന്നിലാണോ വസ്ത്രം അഴിച്ചു വയ്ക്കുന്നത്, ആ വ്യക്തിയാണ് ആ മരണത്തിൻ്റെ മൊത്തം ഉത്തരവാദിയും. അയാളുടെ നേതൃത്വത്തിലാണ് ആ ശിക്ഷ നടപ്പാക്കിയതും. നോക്കുക, സാവൂളിൻ്റെ നേതൃത്വത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ, സ്തെഫാനോസ് പ്രാർത്ഥിച്ചപ്പോൾ ആര് മാനസാന്തരപ്പെടുന്നു? സാവൂൾ മാനസാന്തരപ്പെടുന്നു. ഇതുപോലെ എന്നെ നിങ്ങളെയും കുറ്റം വിധിക്കുന്നവരെ, കണ്ണീരണിയിക്കുന്നവരെ, വിമർശിക്കുന്നവരെ, കുരിശെ കയറ്റുന്നവരെ നോക്കി ഇതുപോലെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അനേകം അഭിഷിക്തർ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകും. ഇനി അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഫലങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു. വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയണമെന്ന്. ഈ ഫലങ്ങൾ എന്താണെന്നും ഞാനും നിങ്ങളുമാകുന്ന വൃക്ഷങ്ങൾ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഗലാത്യ ലേഖനം 5:22-23 തിരുവചനമാണ് ഇപ്രകാരം പറയുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവ നമ്മൾ പുറപ്പെടുവിക്കണം. ഇവ പുറപ്പെടുവിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കത്തില്ല. നമുക്ക് എത്ര വരം ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം രോഗശാന്തിയോ അത്ഭുത പ്രവർത്തനത്തിൻ്റെ വരം ഉണ്ടായിക്കോട്ടെ. പിശാചിന് പണ്ട് മാലാഖ എന്നപ്പോൾ കിട്ടിയ കൃപകളുണ്ട്. അവനും രോഗശാന്തി നടത്തും, തട്ടിപ്പും, ഒത്തിരി മന്ത്രവാദം എല്ലാം കാണിക്കും, ഒത്തിരി അത്ഭുതങ്ങൾ കാണിക്കും. പക്ഷെ അവനിൽ ഫലമില്ല. അവന് സ്നേഹമുണ്ടോ? ഇല്ല. പിശാചിന് സ്നേഹമില്ല, ക്ഷമയില്ല, ദയയില്ല, നന്മയില്ല, വിശ്വസ്തയില്ല. അപ്പൊ നമ്മളിൽ ഈ ഫലമില്ലെങ്കിൽ നമ്മളും വെട്ടി തീയിലെറിയപ്പെടും, യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഈശോമിശിഹ പ്രകടിച്ച ഈ ഫലങ്ങൾ, പരിശുദ്ധ കന്യാമറിയത്തിലുണ്ടായിരുന്ന ഈ ഫലങ്ങൾ, വിശുദ്ധരിൽ ഉണ്ടായിരുന്ന ഈ ഫലങ്ങൾ, അഭിഷേകമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഈ ഫലങ്ങൾ ഞാനും നിങ്ങളും പുറപ്പെടുവിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. എത്ര പ്രസംഗിക്കുന്നു, എത്ര വേദി പ്രസംഗിക്കുന്നു, എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതല്ല ദൈവം നോക്കുന്നത്. മോനെ, നീ എന്ത് ഫലം പുറപ്പെടുവിക്കുന്നു? നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് തന്ന അഭിഷേകം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ അഭിഷേകത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ പിശാചുമായി പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നു. മനുഷ്യൻ്റെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ നോക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മറന്നു പോകുന്നു, ദൈവവചനം മറക്കുന്നു. അധികാരവും സമ്പത്തും സ്ഥാനമാനങ്ങളുമെല്ലാം അഭിഷേകത്തെ മറികടത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അഭിഷേകം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള സത്യം ഞങ്ങൾ മറന്നു പോകുന്നു. കർത്താവേ, അഭിഷേകത്തിന്റെ ശക്തി തരണമേ. പത്രോസിനെ ശക്തിപ്പെടുത്തിയ പോലെ, ബലപ്പെടുത്തിയതുപോലെ, പുരുഷാരവത്തിന്റെ മുന്നിൽ സാക്ഷിയാക്കി മാറ്റിയതുപോലെ ഞങ്ങൾക്ക് ശക്തി തരണമേ, ബലം തരണമേ. സ്തെഫാനസിൽ ഉണ്ടായിരുന്ന ധൈര്യം, രക്തസാക്ഷികളുണ്ടായ ധൈര്യം, വിശുദ്ധരിലുണ്ടായ ധൈര്യം, ആദിമ സഭ സിംഹത്തിന്റെ മടയിലേക്ക് പോയപ്പോഴും കർത്താവിന് വേണ്ടി നിലകൊണ്ട ആ ധൈര്യം കർത്താവെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, കൃപയാൽ നിറയ്ക്കണമേ. ഫലം പുറപ്പെടുവിക്കാൻ സഹായിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.